നിദ്രവിറയലോടെ കട്ടിലിൽ നിന്നും ഒന്ന് പൊങ്ങി ഉയർന്നു. രുദ്രൻ അവളെ കൈ കാണിച്ച് അരികിലേക്ക് വിളിച്ചു. നിദ്രയില്ലെന്ന് വളരെ സാവധാനം തലയാട്ടി. നീ വന്നിരിക്കും. രുദ്രൻ ഉറക്കെ ഉച്ചത്തിൽ നിദ്രയെ ഭയപ്പെടുത്തും വിധം ശബ്ദമെടുത്ത് വിളിച്ചു. നിദ്ര പോലും അറിയാതെ ചങ്ങലയിൽ കുരുക്കി വലിച്ചതുപോലെ അവളുടെ കാലുകൾ രുദ്രൻ ഇരിക്കുന്നിടം ലക്ഷ്യമാക്കി ചലിച്ചു. അത് കാണുക രുദ്രൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി ഉണ്ടായി. രുദ്രൻ്റെ മുന്നിലായി നിൽക്കുമ്പോൾ അവളുടെ കാലുകൾ വിറവുകൊണ്ടിരുന്നു. ഒരു ഷോർട്സ് മാത്രമായിരുന്നു അവൻ്റെ വേഷം. ധരിച്ചിരിക്കുന്ന ടീഷർട്ട് ബീൻ ബാഗിൻ്റെ അരയിലായി ചുളുങ്ങി കിടക്കുന്നുണ്ട്. നിഴലിക്കുന്ന സാരിയിലൂടെ വെളിവാകുന്ന അവളുടെ ശരീരഭംഗി കണ്ണുകൾ കൊണ്ടൊഴിഞ്ഞ് രുദ്രൻ അവസാനം അവളുടെ മുഖത്ത് കണ്ണുകൾ നട്ടു. നിദ്ര നിലാവിൽ കുളിച്ചൊരാമ്പൽ പൂ പോലെ സുന്ദരിയായി അവന് തോന്നി. ബാൽക്കണിയിലെ മുകളിൽ പടർത്തിവിട്ടിരിക്കുന്ന സൂചിമുല്ല പൂക്കൾ അവളുടെ തലമുടിയിൽ കുരുങ്ങി വീണു. പോകാൻ വിസമ്മതിച്ചുകൊണ്ട് അലങ്കാരം തീർത്തുകൊണ്ടിരുന്നു. പതിയെ പതിയെ അവൾക്കും മരിമുല്ല പൂക്കൾക്കും ഒരേ വാസന കൈവന്നു. നിദ്ര നനയ്ക്കാത്ത നേരത്ത് അവളുടെ കൈകളിൽ പിടിച്ചു വലിച്ച് രുദ്രൻ അവളെ ദേഹത്തേക്ക് വലിച്ചിട്ടു. നിദ്രാണപ്പോൾ അവൻ്റെ ദേഹത്തേക്ക് വന്ന് പതിച്ചു. അവരുടെ കണ്ണുകൾ തമ്മിൽ ഇടഞ്ഞു. കൺപീലികൾ നിറഞ്ഞു തിങ്ങിയ അവളുടെ പിടയ്ക്കുന്ന പേടമാൻ മിഴികൾ നിറയെ പേടിയായിരുന്നു. രുദ്രനോടുള്ള ഭയം. അവളുടെ കഴുത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന വിയർപ്പ് തുള്ളികൾ ഓരോന്നും രുദ്രനെ പ്രലോഭിച്ചു കൊണ്ടിരുന്നു. പൂകില പോലെ വിറകൊള്ളുകയായിരുന്നു നിദ്ര. അവൻ തല്ലിയാലും തലോടിയാലും അവൾക്ക് ഒരുപോലെയായിരുന്നു. പേടിയുണ്ടോ നിനക്ക്? രുദ്രൻ ശബ്ദം താഴ്ത്തിക്കൊണ്ട് അവളെ നോക്കി ചോദിച്ചു. നിദ്ര അവൻ്റെ കണ്ണുകളെ നേരിടാൻ വയ്യാതെ തല താഴ്ത്തി കളഞ്ഞു. അവളുടെ ആ പ്രവൃത്തി പിന്നെയും രുദ്രനിലെ ഭ്രമം നിറച്ചു. ഉണ്ടോന്ന് രുദ്രൻ ചിലമ്പിച്ച സ്വരത്തിൽ ചോദിക്കുന്നതിനോടൊപ്പം തന്നെ അവൻ്റെ കൈകൾ അവളുടെ അണിവയറിൽ പുളഞ്ഞുകൊണ്ടിരുന്നു. നിദ്ര ഞെട്ടലോട് അവൻ്റെ കൈ പിടിച്ചു വെച്ചുകൊണ്ട് അവനെ ഒന്ന് നോക്കി. അന്നേരം ആ മുഖത്ത് കുസൃതിയല്ലാതെ മറ്റൊരു ഭാവവും അവൾക്ക് കാണാൻ കഴിഞ്ഞില്ല. അവൻ്റെ ചോദ്യത്തിന് ഉണ്ടെന്നോ ഇല്ലെന്നോ അർത്ഥം വരുന്ന രീതിക്ക് നിദ്ര ഒന്ന് തലചലിപ്പിച്ചു. രുദ്രൻ്റെ കൈകൾ പിന്നെയും വഴിമാറി സഞ്ചരിക്കാൻ തുടങ്ങിയതും നിദ്ര പിടഞ്ഞുകൊണ്ട് ചുറ്റും നോക്കി. ഒഴിഞ്ഞ മദ്യകുപ്പി കണ്ടതോടെ രുദ്രൻ സമനിലയിലല്ലെന്ന് അവൾക്ക് മനസ്സിലായി. അവസാനത്തെ തുള്ളി മദ്യമടങ്ങിയ ചില്ലു ഗ്ലാസ്സാണ് അവൻ്റെ കയ്യിലിരിക്കുന്നത്. അവനത് ഒന്നോടെ അവൻ്റെ വായിലേക്ക് കമഴ്ത്തി. മദ്യത്തിൻ്റെ ഗന്ധം ചുറ്റിനും വമിക്കാൻ തുടങ്ങിയതും നിദ്ര എഴുന്നേറ്റ് മാറാൻ ഒരുങ്ങുകയായിരുന്നു. രുദ്രൻ അവളുടെ അരക്കെട്ടിൽ കൈകൾ രണ്ടും അമർത്തി പിടിച്ചുകൊണ്ട് അവളെ പിന്നെയും പിടിച്ചു മടിയിലേക്കിട്ടു. ഇത്തവണ നിദ്ര ആകെ കുഴഞ്ഞു പോയിരുന്നു. എന്തു ചെയ്യണമെന്ന് അവൾക്കൊരു രൂപവുമില്ലാതെയായി. നിദ്ര പിന്നെയും എഴുന്നേൽക്കാൻ ശ്രമിച്ചപ്പോൾ അവളുടെ താലിമാല ഒന്നോ രണ്ടോ തവണ ശക്തിയായി ആടിക്കൊണ്ട് അവൻ്റെ കഴുത്തിലെ സ്വർണ്ണ ചെയിനുമായി കുരുങ്ങി മുറുകി. നിദ്ര ആകെ പ്രതിസന്ധിയിലായി. താലി പൊടുന്നനെ പറഞ്ഞുകൊണ്ട് നിദ്ര അവൻ്റെ ചെയിനിൽ നിന്നും സ്വന്തം താലി വിടുവിക്കാൻ ശ്രമം തുടങ്ങി. അവൻ്റെ കൈകൾ നഗ്നമായ വയറിൽ നിന്നും മുകളിലേക്ക് വഴിമാറി സഞ്ചരിക്കുന്നതറിഞ്ഞ നിദ്ര വിയർപ്പ് പൊടിയുന്ന നെറ്റി തുറക്കാൻ മറന്നുകൊണ്ട് അവനെ നോക്കി. നോട്ടമിടയുമ്പോഴെല്ലാം നിദ്ര പതറുകയായിരുന്നു. അണിവയറിൽ അവൻ്റെ വിരലമർന്നപ്പോൾ നിദ്ര ശ്വാസം വിലങ്ങി വന്ന് ഉയർന്നു പൊങ്ങി. ഒരു നിശ്വാസം അവളിൽ നിന്നും ഉയർന്നിരുന്നു. അന്നേരം താലിയുടെ കൂർത്താറ്റം ഒരു നഖം കണക്കിന് അവൻ്റെ നെഞ്ചിലായി വരഞ്ഞ് ചോര പൊടിഞ്ഞ് മുറിപ്പാടുണ്ടാക്കി. എങ്കിലും അവനിൽ നിന്നും അവൾക്കോ ആ താലിക്കോ മുക്തി ഉണ്ടായില്ല. അയ്യോ ചോര! അവൻ്റെ നെഞ്ചിലെ മുറിവിൽ നിന്നും നന്നേ ചെറിയ രീതിക്ക് ചോര പൊടിയുന്നത് കാണുമ്പോൾ എന്തിനെന്നറിയാതെ നിദ്രയുടെ കണ്ണുകൾ നിറഞ്ഞുപോയി. വിരലുകളുടെ ആഗ്രഹം വെച്ച് നിദ്ര ആ ചോരപ്പാടിലൊന്ന് ഒഴിഞ്ഞുകൊടുത്തു. അവൻ്റെ കണ്ണുകളിൽ ഇതുവരെയും കാണാത്ത സ്നേഹം അവളെ തരളിതമാക്കിയിരുന്നു. ഇത്ര നാളും അവൻ ചെയ്ത ദ്രോഹങ്ങൾ മറക്കാൻ അവൾക്ക് അവൻ്റെ സ്നേഹം കലർന്നൊരു നോട്ടം മതിയായിരുന്നു. ദേഹം മുറിഞ്ഞതൊന്നും രുദ്രൻ അറിയുന്നുണ്ടായിരുന്നില്ല. അവൻ്റെ ശ്രദ്ധ മുഴുവൻ വെണ്ണിലാവ് പോലെ തനിക്ക് മുന്നിൽ ഭ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരുവളിലായിരുന്നു. മറ്റുള്ളവരിൽ നിന്നും അവളെ മൂടിമറിച്ച് തൻ്റേതാക്കാൻ കഴിവുള്ള ഒരു മേഘപടലമായി മാറാൻ അവന് കൊതി തോന്നി. തൻ്റെ കൈകൾ അവളെ പൊതിഞ്ഞു പിടിക്കാൻ പോരെന്ന് തോന്നിയപ്പോൾ 1000 കൈകൾ ഉണ്ടെങ്കിലെന്ന് അവൻ ആശിച്ചു. അവൻ്റെ നോട്ടത്തിൽ നിദ്ര വിവശയായിരുന്നു. കേവലം ഒരു കോൺട്രാക്റ്റ് ഭാര്യയായ തനിക്ക് അവൻ്റെ ലഹരി തീർത്ത സ്നേഹപ്രകടനങ്ങൾ കണ്ട് പ്രണയമോ പ്രതിപത്തിയോ പാടില്ലെന്ന് മനസ്സിനെ നിദ്ര അടക്കി ശാസിച്ചു കൊണ്ടിരുന്നു. മേ ഐ കിസ് യു? അടഞ്ഞ സ്വരത്തിൽ രുദ്രൻ അവളെ നോക്കി ചോദിച്ചു. നിദ്ര പകച്ചു നിൽക്കുകയാണ്. അരുതെന്ന് തലയാട്ടിക്കൊണ്ട് അവൾ അവൻ്റെ നഗ്നമായ നെഞ്ചിൽ ഇരു കൈകളും ഉപയോഗിച്ച് ശക്തിയായി
പിന്നിലേക്ക് തള്ളിയിരുന്നു. ആ നിമിഷം നിദ്രയുടെ ദുർബലമായ എതിർപ്പുകളെ തടഞ്ഞുകൊണ്ട് രുദ്രൻ പൂവ് പോലെ നിഷ്പ്രയാസം അവളുടെ കൈകൾ അടക്കി പിടിച്ചുകൊണ്ട് നിദ്രയെ മാറോട് ചേർത്ത് പിടിച്ചു. "1 കിസ് പ്ലീസ്." കാതരമായ സ്വരത്തിൽ രുദ്രൻ അപേക്ഷ പോലെ ചോദിക്കുന്നത് കേട്ടപ്പോൾ നിദ്ര തളർന്നു പോയിരുന്നു. നിദ്രയുടെ വയറിൽ അലഞ്ഞുകൊണ്ടിരിക്കുന്ന അവൻ്റെ കൈകളെ മെരുക്കാൻ തന്നെ ഇത്രയും സമയം അവൾ പാടുപെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അവൻ്റെ ഒറ്റ ചോദ്യത്തിൽ അവളുടെ ആ പരിശ്രമം പിടിച്ചു കെട്ടിയതുപോലെ നിന്നുപോയി. മുഖം കുനിച്ചുകൊണ്ട് രുദ്രൻ അവളിലേക്ക് ചാഞ്ഞു. നിദ്ര സാരിയിൽ ഇറുക്കെ പിടിച്ചുകൊണ്ട് കണ്ണുകൾ പൂട്ടി. രുദ്രൻ്റെ ഒരു കൈ അവളുടെ വയറിന്മേലും മറുകൈ അവളുടെ തലയിലും മുറുകെ പിടിച്ചുകൊണ്ട് അവൻ അവളുടെ ചുണ്ടുകളെ കൊതിയോടെ നോക്കി. വിറകൊള്ളുന്ന അവളുടെ ചുവന്ന നനവുള്ള അതിരങ്ങളെ രുദ്രൻ വെറുതെ ഒരു ഉമ്മ വെച്ചു. നിദ്ര അതിൽ തന്നെ വിറച്ചു പോയിരുന്നു. ശരീരത്തിലെ ഓരോ അണുവിലൂടെയും പടരുന്ന വൈദ്യുതി പ്രവാഹം തലച്ചോറിലേക്ക് ഇരച്ചെത്തുന്നത് അവൾ അറിഞ്ഞു. കഴിഞ്ഞു എന്ന് കരുതിയ നിദ്ര കണ്ണുകൾ തുറക്കാൻ തുടങ്ങിയപ്പോൾ കുസൃതി ചിരിയോടെ രുദ്രൻ പിന്നെയും അവളുടെ ചുണ്ടുകളെ ബന്ധിച്ചു. തീവ്രമായി അവളെ ആഞ്ഞു പുൽകിക്കൊണ്ട് 2 ചൊടിയിടകളെയും അവൻ മാറി മാറി കവർന്നെടുത്തു. നിദ്ര ഒന്ന് പൊങ്ങി ഉയർന്നുകൊണ്ട് വിവശതയോടെ രുദ്രൻ്റെ തലമുടിയിൽ ഇറുക്കെ പിടിച്ച് കണ്ണുകൾ ഇറുക്കെ അടച്ചു പോയിരുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകും മുൻപേ അവളുടെ ചുണ്ടിൽ രക്തത്തിൻ്റെ ഇരുമ്പ് ചുവച്ചപ്പോൾ ശ്വാസം വിലങ്ങിയ രുദ്രൻ അവളെ തന്നിൽ നിന്നും സ്വതന്ത്രയാക്കി. ഇരുവരും ശ്വാസമെടുത്തുകൊണ്ട് കിതച്ചു പോയിരുന്നു. നിദ്ര അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ പ്രയാസപ്പെട്ടു. "സോറി, ഇത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ ഞാൻ മരിച്ചു പോകും പെണ്ണേ." രുദ്രൻ അവളെ നേരിടാൻ മടിച്ചുകൊണ്ട് സ്വന്തം നെഞ്ചിലേക്ക് അവളുടെ മുഖം അമർത്തി വെച്ച് ബീൻ ബാഗിൽ കിടന്ന് കണ്ണുകൾ പൂട്ടി. 2 തുള്ളി കണ്ണുനീർ അവൻ്റെ നെഞ്ചിനെ നനച്ച് താഴേക്കിറങ്ങി. നിമിഷനേരം കൊണ്ട് അവൻ അങ്ങനെ കിടന്നുറങ്ങിപ്പോയിരുന്നു. വിവാഹ ദിവസത്തെ ക്ഷീണം അവരെ അത്രമേൽ തളർത്തിയിരുന്നു. കവളിൽ ഒരു മഞ്ഞുതുള്ളി വീണ തണുപ്പറിഞ്ഞാണ് രുദ്രൻ രാവിലെ ഉറക്കത്തിൽ നിന്നും ഉണർന്നത്. നെഞ്ചിലൊരു ഭാരമറിഞ്ഞപ്പോൾ കണ്ണുകൾ കുറുകിക്കൊണ്ട് രുദ്രൻ ഒന്ന് നോക്കി. അലകൾ പോലെ ഒഴുകിക്കിടക്കുന്ന നിദ്രയുടെ മുടിയാണ് രുദ്രൻ കണ്ടത്. അവളുടെ മുടിയിൽ മുഴുവൻ തലേന്ന് വീണ സൂചിമുല്ല പൂക്കൾ കരിഞ്ഞുണങ്ങി കിടന്നിരുന്നു. ദേഷ്യം കൊണ്ട് വിറവുകൊണ്ട് അവൻ്റെ മുഷ്ടി ചുരുണ്ടു വന്നു. പക്ഷേ അവന് കടുത്ത തലവേദന അനുഭവപ്പെട്ടപ്പോഴാണ് രുദ്രനൊന്ന് ചുറ്റും തലകുടഞ്ഞുകൊണ്ട് നോക്കിപ്പോയത്. നിലത്ത് വീണ് കിടക്കുന്ന മദ്യ ഗ്ലാസും ഒരു തീർന്ന ഫുൾ ബോട്ടിൽ വിസ്കിയും കണ്ടപ്പോഴാണ് തലേന്ന് നടന്ന കാര്യങ്ങളെപ്പറ്റി കുറച്ചെങ്കിലും അവന് ബോധ്യം വന്നത്. നിദ്രയെ ഭീഷണിപ്പെടുത്തി അരികിലേക്ക് വിളിച്ചതും അവളെ ബലമായി ചുംബിച്ചതും ഓർത്തപ്പോൾ രുദ്രൻ വിറച്ചുപോയി. നിദ്ര വശീകരിക്കുമെന്ന് കരുതിയിട്ടപ്പോൾ അവളിലേക്ക് ആകർഷിക്കപ്പെടുന്നതും അവളെ തന്നിലേക്ക് വലിച്ചിഴക്കുന്നതും താനാണല്ലോ എന്നോർത്ത് അവന് സങ്കോചം തോന്നിപ്പോയി. ചുണ്ടിൽ തങ്ങി നിൽക്കുന്ന നനവുള്ള അവളുടെ ചുംബനം ഓർക്കവേ ശരീരമാകെ ഒരു വൈദ്യുതി തരംഗം കടന്നു പോയതുപോലെ രുദ്രന് തോന്നി. രുദ്രൻ മെല്ലെ അവളുടെ മുഖത്ത് പറ്റിച്ചേർന്ന് കിടക്കുന്ന മുടിയിഴകൾ ചൂണ്ടുവിരലാൽ വകഞ്ഞു മാറ്റി. അവളൊന്നുകൂടി കുറുകിക്കൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് തന്നെ പറ്റിച്ചേർന്നു. രുദ്രൻ്റെ നെഞ്ച് പരുമ്പറ മുഴക്കാൻ തുടങ്ങി. അവളുടെ ചുണ്ടിൽ തലേന്നിൻ്റെ കുസൃതിയുടെ ബാക്കി പത്രമായി ചോര ചുവപ്പാടുകൾ കണ്ടപ്പോൾ രുദ്രൻ്റെ ഹൃദയം എന്തിനെന്നില്ലാതെ പിടഞ്ഞു. ഒരിക്കൽ കൂടി ആ ചുണ്ടുകളുടെ രുചി അറിയണമെന്ന് അവനടങ്ങാത്ത ആഗ്രഹം തോന്നി. രുദ്രൻ അവൾ പോലും അറിയാതെ നിദ്രയിലേക്ക് അടുക്കുകയായിരുന്നു. പെട്ടെന്നാണ് നിദ്ര ഞെട്ടി ഉണർന്നത്. അവരുടെ കണ്ണുകൾ തമ്മിൽ ഇടഞ്ഞപ്പോൾ രുദ്രൻ തൻ്റെ ഗൗരഭാവവും എടുത്തണിഞ്ഞു. നിദ്ര ഞെട്ടലോടെ ഒന്ന് ചുറ്റും നോക്കി. ഇന്നലത്തെ സംഭവങ്ങൾ ഓർമ്മ വന്നപ്പോഴാണ് അവൾക്ക് സ്ഥലകാല ബോധമുണ്ടായത്. ഞെട്ടിപ്പിടഞ്ഞെഴുന്നേറ്റ് നിദ്ര പിന്നെയും വഴുതി രുദ്രൻ്റെ നെഞ്ചിൽ തന്നെ തല്ലിയലച്ച് വീണുപോയി. വെപ്രാളത്തിൽ പിന്നെയും അത് തന്നെ തുടർന്നപ്പോഴാണ് ഇരുവരും കുരുങ്ങിക്കിടക്കുന്ന താലിയും മാലയും ശ്രദ്ധിക്കുന്നത്. നിദ്ര തിടുക്കത്തിൽ പിടയ്ക്കുന്ന ഹൃദയത്തോടെ അവൻ്റെ ചെയിനിൽ നിന്നും സ്വന്തം താലി വേർപെടുത്താൻ ശ്രമം നടത്തി. ഭയം കൊണ്ടും വെപ്രാളം കൊണ്ടും അവൾക്കത് സാധ്യമാകുന്നുണ്ടായിരുന്നില്ല. അവൻ്റെ മുഖത്തേക്ക് നോക്കാനും അവൾക്ക് ഭയം തോന്നി. നിദ്രയെ തന്നെ കൗതുകത്തോടെ നോക്കിക്കിടക്കുകയായിരുന്നു രുദ്രൻ അവളുടെ ചെയ്തികളെയും. എല്ലാം കാണുക അവന് വല്ലാത്ത കുസൃതി തോന്നി. രുദ്രൻ നിദ്രയുടെ 2 കൈകളും പിടിച്ചുകെട്ടി അങ്ങനെ നിർത്തി. ഞെട്ടിക്കൊണ്ട് നിദ്ര അവനെ തന്നെ നോക്കി. ശേഷം അവനിൽ നിന്ന് മുക്തി നേടാനായി നിദ്ര പിടഞ്ഞു. "അടങ്ങിക്കിടക്കവിടെ." രുദ്രൻ കത്തുന്ന കണ്ണുകളുമായി അവളെ ശാസിച്ചപ്പോൾ നിദ്ര പാവ പോലെ നിശ്ചലയായി. രുദ്രനൊന്ന് അവളെ നോക്കിക്കൊണ്ട് മെല്ലെ ആ താലി കയ്യിലെടുത്ത് പിടിച്ചു. അവനത് വലിച്ചു പൊട്ടിച്ചേക്കുമോ എന്ന് നിദ്ര ആ നിമിഷം ഭയന്നു പോയി.
അവളുടെ കണ്ണുകളിൽ കണ്ണുനീർ പൊഴിഞ്ഞു. പക്ഷേ രുദ്രൻ മെല്ലെ അവൻ്റെ ചെയിനിൽ നിന്നും ആ താലി അടർത്തിയെടുത്ത് അവളുടെ നെഞ്ചോരം ചേർത്ത് വെച്ചു കൊടുത്തു. അതിശയത്തിൽ നിദ്ര പൊടുന്നനെ ഒന്ന് അവനെ നോക്കിപ്പോയി. അപ്പോഴും നിദ്ര അവൻ്റെ മടിയിൽ തന്നെയായിരുന്നു. അവളുടെ നിറകണ്ണുകൾ പെയ്യാൻ തുടങ്ങുന്നത് കണ്ടപ്പോൾ രുദ്രന് പതിവിലും വിപരീതമായി അവളെ കരയാൻ അനുവദിക്കാൻ മനസ്സ് വന്നില്ല. എന്തുകൊണ്ടാണ് ആ കണ്ണുകൾ നിറഞ്ഞത് എന്ന് അതിശയപ്പെടുകയായിരുന്നു രുദ്രൻ. ഇനി തമ്പുരാട്ടിയോടെ ദേഹത്തു നിന്നും മാറാൻ മൈക്ക് വെച്ച് പറയണമായിരിക്കും. രുദ്രൻ കപട ദേഷ്യത്തിൽ അലറിയപ്പോൾ നിദ്ര തട്ടിപ്പിടഞ്ഞെഴുന്നേറ്റു മാറി. ഒരിക്കൽ കൂടി അവനെ ഒന്ന് നോക്കിയ ശേഷം നിദ്ര സാരി തട്ടിക്കുടഞ്ഞുകൊണ്ട് എഴുന്നേറ്റു നിന്നു. മുന്നിൽ നിന്നും പൊടി. രുദ്രൻ രണ്ടാമതും അലറിയപ്പോൾ നിദ്ര ഒറ്റ ഓട്ടം വെച്ചു കൊടുത്തു. അത് കാണുക രുദ്രൻ്റെ ചുണ്ടിലൊരു ചെറിയ ചിരി സ്ഥാനം പിടിച്ചു. തലേന്ന് നടന്നത് മുഴുവൻ തൻ്റെ നിർബന്ധപ്രകാരം കൂടി ആയതുകൊണ്ട് രുദ്രൻ അവളെ മനഃപൂർവ്വം അവഹേളിക്കാൻ മനസ്സ് വന്നിരുന്നില്ല. എങ്കിലും എന്തിനാണ് അവളോടൊരു ചായ്വ് തോന്നുന്നത് എന്നോർക്കവേ അവൻ്റെ ഹൃദയത്തിൽ ഭയം പിടിമുറുക്കി. പതിവില്ലാതെ അവളുടെ കണ്ണുകൾ നിറയാതിരിക്കാൻ താൻ ശ്രമം നടത്തുന്നു, അല്ലെങ്കിൽ മനഃപൂർവ്വം ഓരോന്ന് പറഞ്ഞ് കരയിക്കുകയാണ് ചെയ്യുക. സാറയെ പറ്റി ഓർക്കവേ ആ ഭയം പിന്നെയും വർദ്ധിച്ചു. രുദ്രൻ്റെ മുന്നിൽ നിന്നും ഓടിക്കിതച്ചുകൊണ്ട് നിദ്ര ബാത്റൂമിൽ കയറി ഡോറ് ലോക്ക് ചെയ്തുകൊണ്ട് വാതിലേക്ക് ചാരി നിന്ന് കിതച്ചു. എന്താണ് സംഭവിച്ചത് എന്നോർക്കവേ അവളുടെ ചുണ്ടിലും ഒരു പുഞ്ചിരി വിടർന്നു പോയി. ആദ്യമായി പ്രണയമെന്നൊരനുഭൂതി മുട്ടിടുകയാണോ? അതും ഈ ചെകുത്താനോട്. അവൾക്ക് ഭയം തോന്നിപ്പോയി. അങ്ങനെയൊന്നും പാടില്ല. താൻ തെറ്റ് ചെയ്തില്ലെങ്കിൽ കൂടിയും രുദ്രൻ തന്നെ അത്രമേൽ വെറുക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഈ വിവാഹം 1 വർഷത്തിൻ്റെ കാലാവധിയിൽ പൊലിഞ്ഞു പോയേക്കാവുന്ന മെഴുതിരിനാളം പോലെയാണ് തനിക്ക്. അരുതാത്തതൊന്നും ആഗ്രഹിച്ചുകൂടാ. എങ്കിലും തലേന്ന് രാത്രി അയാൾക്ക് വിധേയായിരുന്നു കൊടുക്കുമ്പോൾ യാതൊന്നും മനസ്സിനെ അലട്ടിയിരുന്നില്ല. ഇന്നിപ്പോൾ അത്ഭുതം പോലെ തന്നെ അപമാനിക്കാതെ പറഞ്ഞയച്ചിരിക്കുന്നു രുദ്രൻ. രാത്രി അങ്ങനെയൊക്കെ നടന്നു പോയതിൽ തന്നെ പഴിചാരി അപമാനിക്കുമെന്നാണ് കരുതിയത്. എങ്കിലും അങ്ങനെയൊന്നും ഉണ്ടായില്ല. പക്ഷേ ഇനിയും സമയമുണ്ട്. അവനിനി കണ്ടാലും എന്തെങ്കിലും പറഞ്ഞ് വിഷമിപ്പിച്ചേക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇനിയാണ് കൂടുതൽ ഭയക്കേണ്ടത് എന്നോർത്തപ്പോൾ അവളുടെ ഹൃദയം പിന്നെയും വേദനിച്ചു. രുദ്രൻ്റെ കണ്ണിൽ പെടാതെ ഇന്നത്തെ ദിവസം മുഴുവൻ എങ്ങനെയും തള്ളി നീക്കണമെന്ന് നിദ്ര തീരുമാനിച്ചു. എങ്കിലും ചുണ്ടിലൊന്ന് സ്വന്തം വിരൽ കൊണ്ട് സ്പർശിച്ചപ്പോൾ നിദ്ര ഓർമ്മയിൽ പോലും ലജ്ജ കൊണ്ട് പിടഞ്ഞുപോയി. പൊടുന്നനെ അവളുടെ ഓർമ്മയിൽ പഴയൊരു ചുംബന രംഗം പിടഞ്ഞു കയറി വന്നു. സാറയും രുദ്രനും തനിക്ക് മുന്നിലായി മത്സരിച്ച് ചുംബിക്കുന്നു. വെറുപ്പാൽ നിദ്ര മുഖം കുടഞ്ഞുപോയി. ആ ഓർമ്മയിൽ തല ചൂട് പിടിച്ചപ്പോൾ തന്നെ നിദ്ര തല തണുക്കുന്നവരെ ഷവറിൻ്റെ ചുവട്ടിൽ പോയി വെള്ളം നനഞ്ഞു നിന്നു. കുളി കഴിഞ്ഞ് നിദ്ര ടവലെടുത്ത് തലയും ദേഹവും തുവർത്തി. അപ്പോഴാണ് മനസ്സിലായത് വസ്ത്രം എടുത്തില്ലല്ലോ എന്ന കാര്യം. നിദ്ര തലയിൽ കൈവച്ചു പോയി. മാറിന് കുറുകെ ടവൽ വലിച്ചു കെട്ടി നിദ്ര ബാത്റൂം മിററിൽ പോയി നോക്കി. മുട്ടിന് താഴെ അല്പം മാത്രം മറയ്ക്കുന്ന തരത്തിൽ അത് എത്തി നിൽക്കുന്നു. ബാത്റൂമിൻ്റെ വാതിൽ തുറന്നപ്പോൾ നിദ്ര ആദ്യം നോക്കിയത് രുദ്രൻ പുറത്തെങ്ങാനും നിൽക്കുന്നുണ്ടോ എന്നതായിരുന്നു. മുറിയിലെങ്ങും ആരെയും കാണാതെ വന്നപ്പോൾ നിദ്ര മെല്ലെ അടിവെച്ച് പുറത്തേക്ക് നടന്നു. നിദ്ര ആദ്യം തന്നെ ചെയ്തത് പമ്മി മുറിയാകെ പരിശോധിക്കുകയാണ്. രുദ്രൻ എങ്ങുമില്ലെന്ന് കണ്ട ആശ്വാസത്തിൽ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് നിദ്ര ഓടിപ്പോയി കതകടച്ച് കുറ്റിയിട്ടു. ഷെൽഫിൽ നിന്നും സാരി എടുക്കുകയായിരുന്നു അടുത്ത ലക്ഷ്യം. ഷെൽഫ് വലിച്ചു തുറക്കാൻ പാടുപെടുകയായിരുന്നു നിദ്ര. ഇതാരാണാവ് ഉണ്ടാക്കിയത്? പണി അറിയാൻ വയ്യാത്ത ആരോ ആണ് എന്തായാലും. അല്ലെങ്കിൽ മനുഷ്യന് തുറക്കാൻ വയ്യാത്ത വിധം ആരെങ്കിലും ഷെൽഫ് പണിയുമോ? പിറുപിറുത്തുകൊണ്ട് നിദ്ര പറഞ്ഞു. ഇതെല്ലാം കണ്ടുകൊണ്ട് ബാൽക്കണിയിൽ കർട്ടന് മറവിലായി രുദ്രൻ നിന്നിരുന്നു. അവളതറിഞ്ഞിരുന്നില്ല. അവളുടെ ഭാവങ്ങളും ചേഷ്ടകളും മാറി നിന്ന് വീക്ഷിക്കുകയായിരുന്ന രുദ്രനിൽ ചിരിപൊട്ടി. എങ്കിലും ഏറി നിന്നിരുന്ന അത്ഭുതമായിരുന്നു. മറ്റുള്ളവർ പറഞ്ഞത് കേട്ടതുപോലെ ഇവളൊരു മോശം പെണ്ണാണെങ്കിൽ എന്തിനാണ് തന്നിൽ നിന്നും ഒളിക്കാൻ വേണ്ടി നിദ്ര മനഃപൂർവ്വം ശ്രമിക്കുന്നത്? ചിന്തിക്കും തോറും അവൻ്റെ തലയുടെ ഭാരം ഏറിയതായി അവന് തോന്നി. നിദ്ര അപ്പോഴും ഷെൽഫ് വലിച്ചു തുറക്കാൻ കഷ്ടപ്പെടുകയായിരുന്നു. പെട്ടെന്ന് പിന്നിൽ നിന്നും ഒരു കൈ നീണ്ടുവന്ന് ഷെൽഫ് വലിച്ചു തുറന്നു കൊടുത്തപ്പോൾ ഞെട്ടലോടെ നിദ്ര പിന്തിരിഞ്ഞു. രുദ്രൻ. അവളുടെ ഉടലാകെ വിറകൊണ്ടു. ഈ വേഷത്തിൽ അവൻ്റെ മുന്നിൽ നിൽക്കേണ്ടി വന്നതിൽ ഉള്ള ജാള്യതയായിരുന്നു ഭയത്തേക്കാൾ അധികം അവളെ ഭരിച്ചിരുന്നത്. അവളുടെ നഗ്നമായ ചുമലുകളിൽ തിളങ്ങുന്ന വെള്ളത്തുള്ളികൾ അവനെ ഉന്മാദനാക്കി. തനിക്ക് മുന്നിൽ നിന്ന് ആലില പോലെ വിറയ്ക്കുന്ന പെണ്ണിൻ്റെ നനഞ്ഞ വിറകൊള്ളുന്ന
ആദരങ്ങളിലേക്ക് അവൻ്റെ നോട്ടം ചെന്നെത്തി. പിന്നെയും ആദരങ്ങൾ കവർന്നെടുക്കാൻ അവൻ്റെ ഉള്ളം വെമ്പൽ കൊണ്ടപ്പോൾ പിടിച്ചു നിൽക്കാൻ വയ്യാതെ രുദ്രൻ അവളിലേക്ക് മുഖം താഴ്ത്തി. പക്ഷെ അവനെ ഞെട്ടിച്ചുകൊണ്ട് നിദ്ര പിന്നിലേക്ക് മാറി നിന്നുകൊണ്ട് തല ഉയർത്തി പിടിച്ചു നിന്നു. അവളുടെ ഉള്ളം മുഴുവൻ രുദ്രനും സാറയും മാത്രമായിരുന്നു. നിങ്ങൾ മറ്റൊരുവളെ സ്നേഹിക്കുന്നു. നമ്മൾ തമ്മിലുള്ളത് വെറും 1 വർഷത്തെ കോൺട്രാക്റ്റ് ജീവിതം മാത്രമാണ്. പതിഞ്ഞതെങ്കിലും ഉറച്ചതായിരുന്നു ആ സ്വരം. ഞെട്ടലോടെ രുദ്രൻ അവളെ നോക്കിയപ്പോൾ, നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കെല്ലാം നിന്ന് തന്നിട്ട് അവസാനം വേശ്യ എന്ന പേര് മാത്രമായിരിക്കും എനിക്ക് ബാക്കി. അതുപോലൊരു അപമാനം താങ്ങാൻ എനിക്കിനിയും വയ്യ. തിരിഞ്ഞു നിന്ന് ഒരു സാരി വലിച്ചെടുത്ത് ബാത്റൂമിലേക്ക് കയറിയ നിദ്ര വാതിൽ വലിച്ചടച്ചു. തൻ്റെ മുഖത്തേറ്റ അടിയായാണ് രുദ്രൻ അതിനെ കണക്കാക്കിയത്. ഒരു വേള രുദ്രൻ ചലനമറ്റ് നിന്നു പോയിരുന്നു.